ആ അതെ, നീ പറഞ്ഞ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ആ നീ ഒന്ന് പെട്ടെന്ന് വരണേ, അതോ ഈ പ്രാവശ്യം എന്നെ പറഞ്ഞ് പറ്റിക്കുമോ? എൻ്റെ ദിവ്യ, ഞാൻ നിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞിട്ട് വർഷം 3 ഒന്നിലും നീ എന്നെ മരിക്കാൻ വിട്, അല്ലെങ്കിൽ എന്നെ നീ ഇങ്ങോട്ട് വന്നെങ്കിൽ വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരി ശരി, വേഗം വാ ഇങ്ങോട്ട് വരുമെങ്കിൽ. കാമുകനായിരിക്കും. എന്തേ? ഒരു അവശകാമുകന്റെ ഒക്കെ ലുക്ക് ഉണ്ട്. ഇതേ മാന്യന്മാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണോട്ടാ. ഓ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. താൻ ആരാന്നോ തൻ്റെ വിചാരം? പണിക്കും വേലക്കും പോണ്ട് തെണ്ടി തിരിഞ്ഞ് ഒരു തോർത്തും പിരിച്ചങ്ങ് ഇരിക്കുക. വല്ല പണിയെടുത്ത് തിന്നാൻ നോക്കണം. ഞാനേ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. കെട്ടിടത്തിന്റെ ഒക്കെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അവിടെ നിന്ന് 1-ാം നിലയുടെ മുകളിൽ താഴെ വീണതാണ്. നെഞ്ചും തല്ലി വീണിട്ട് അവിടെ കിടന്ന് അയ്യോ കുട്ടിയുടെ ആളും ഉണ്ടായില്ല എടുത്തുകൊണ്ട് പോവാൻ. എന്തിനാ അയ്യോട്ടി കരയണത്? എടോ, 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരുത്തം വീണട്ടെ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും വലുതൊന്നല്ലല്ലോ 1 നില കെട്ടിടം. നല്ല കണ്ടുപിടുത്തം. ഞാൻ പറഞ്ഞിട്ടാ മാന്യന്മാരോട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. ഒരുമാതിരി കാണാവണം. ഞാൻ ഒന്നാമത് പിരിവെട്ടി നടക്കുക. ഞാൻ ഒരു 100 എന്തിന്? പിരിവല്ലേ? പിരിവല്ല, പിരിവെട്ടി നടക്കണമെന്ന്. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഒരൊറ്റ ചവിട്ടം വെച്ച് തരോട്ടോ മര്യാദക്കല്ലെങ്കിൽ. ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനീഷേ, നീ എന്ത് പണിയാ കാണിച്ചേ? എൻ്റെ അവസ്ഥ അതായതുകൊണ്ടല്ലേ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് നീ എന്തിനാ കെട്ടിത്തൂങ്ങാനൊക്കെ പോയത്? നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ, നീ എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്ക്. കണ്ണ് കാണാൻ വയ്യാത്ത അച്ഛനെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുന്നേ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, ഈ പ്രേമത്തിന് കണ്ണു മൂക്കൊന്നുമില്ല. കുറെ നാളായി ഒരു കണ്ണ് കാണാൻ പാടാത്തൊരു അച്ഛൻ. ഞാനാകെ കൺഫ്യൂഷനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്താ നിന്റെ പ്രശ്നം? എടാ, നിന്റെ കയ്യിൽ 1 രൂപ എടുക്കാനുണ്ടോ? എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ട് നീ എന്നെ ഒരുമാതിരി ആക്കണായിരിക്കുമല്ലേ? അത് എടാ, ടോസ് ഇടാനാ. ടോസാ? ആ, ടോസ് ഇടാനാണെങ്കിൽ എൻ്റെ കയ്യിൽ വേണ്ടേ? അല്ല, നീ ടോസ് ഇടണ എന്തിനാ? ഹെഡാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. ടെയിലാണെങ്കിൽ ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോവും. ദൈവനിശ്ചയം എന്താണോ അങ്ങനെ നടക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ് ഞാൻ പോരാ. ഒരു രൂപ എടുക്കാണ്ടാവോ? 10 തരാം. പൈസ ഞാൻ തരാം. ഞാൻ ടോസ് ഇടും. പറയണൊക്കെ ഞാൻ കേട്ട്. പുള്ളി ടോസ് ചെയ്യാന്ന് പറഞ്ഞ്. ഹെഡ് വീണ നിന്റെ കൂടെ പോരും അല്ലേ? ടൈല് വീണ എന്റെ കൂടെ പോരുമോ? ഇതേ പോക്രിത്തരം പറഞ്ഞാലുണ്ടല്ലോ, മാന്യന്മാരോട് സംസാരിക്കും സൂക്ഷിച്ച് സംസാരിക്കണം. ചേട്ടാ, കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഹെഡാണോ ടൈലാണോ വന്നേന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൊച്ചെ, എൻ്റെ കൂടെ പോകുന്ന ഞാൻ തെണ്ടിയാലും നീ തെണ്ടേണ്ടി വരില്ല. ഇവന്റെ കൂടെ പോയാൽ നീ തെണ്ടി പോവുള്ളൂ. ഇതേ ഞാൻ പോലീസിനെ വിളിക്കോട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോക്രിത്തരം വിളിക്കണോ? പോലീസിനെ വിളിക്കണോ? വിളിച്ചോ? നീ വന്നേ. എടി, ഹെഡ് വീണ് എന്തായാലും നീ എൻ്റെ കൂടെ വരില്ലേ? അപ്പൊ ടെയിൽ വന്നാൽ ഞാൻ അയാളുടെ കൂടെ പോണോ? എടി, പോണോന്നല്ല ഞാൻ പറഞ്ഞ്, നീ ചെല്ലാന്നങ്ങ് പറഞ്ഞാൽ മതി വെറുതെ. എടാ, നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ മറ്റുള്ളവരെ ചേർത്ത് പറഞ്ഞു തുടങ്ങി. എടാ, നിന്നെക്കാൾ എന്ത് മാന്യനാടോ അയാള്? എടി, ഞാനതല്ല ഉദ്ദേശം. ദിവ്യ, ഓടാ ദിവ്യ കുവ്യ.
മാന്യന്മാരോട് സൂക്ഷിച്ച് സംസാരിക്കും കേട്ടോ. ആ പെണ്ണ് പറഞ്ഞിട്ട് പോയല്ലേ. എത്ര പിടിയുന്ന ഞാനൊരു മാന്യനായത്. പ്രണയം ഒരു കടല, വലിയ വലിയ കടല, പെട്ടാലത് ചുഴിയ, വലിയ വലിയ ചുഴിയ, പറയാനത് രസമാ, വലിയ വലിയ രസമാ, പെട്ടാലത് ഗണിയ, വലിയ വലിയ ഗണിയ.